പേമാരി പെയ്തിറങ്ങുമ്പോഴും പ്രതിരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട് കണ്ണൂരിന്റെ ചുവന്ന കൊട്ടതുപോലെ കാത്തുപൊട്ടിച്ച കുട്ടികളുടെ ഈ വാഹനത്തിന് തൊട്ടുപിടിമായി കടന്നു വരികയാണ്. കാലം എത്ര കടന്നു പോയാലും കണ്ണൂരിന്റെ തകർത്ത് അതുപോലെ സംരക്ഷിക്കാൻ കനലൊട്ടും തൊടാതെ കാവൽ നിൽക്കാൻ SFIയുടെ പരസ്യ പ്രഖ്യാപനമാണ് ഈ വിജയം. ഇരുപത്തിയഞ്ച് വർഷവും കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളും ഇതര വിദ്യാർത്ഥി സംഘടനകളും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും ഒരടി പോലും പുറകോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി ഹൃദയങ്ങളിലാണ് SFI, ഇടനെഞ്ചിലാണ് SFI എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ ഐതിഹാസിക വിജയം കൈവരിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ പേമാരി പെയ്തിറങ്ങുമ്പോഴും പ്രതിരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട് കണ്ണൂരിന്റെ ചുവന്ന കോട്ട ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കിടന്നു. എത്ര കടന്നു പോയാലും കണ്ണൂരിനകത്ത് അതുപോലെ സംരക്ഷിക്കാൻ കടലൊട്ടുണ്ടായി കാവൽ നിൽക്കാൻ SFIയുടെ മികച്ച പ്രഖ്യാപനമായ വിജയം. മാധ്യമ സിൻഡിക്കേറ്റുകൾ താരാട്ടുപാടി സിൻഡിക്കേറ്റുകളുടെ താരാട്ടുപാട്ടി പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റി 25ാം തവണയും SFI മുഴുവൻ സീറ്റിലും വിജയിച്ചിരിക്കുന്നു. മാധ്യമ സിൻഡിക്കേറ്റുകളുടെ താരാട്ടുപാട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരിച്ചുവിളിക്കുമെന്ന് പ്രഖ്യാപിച്ച് യാത്ര തുടങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, ആനന്ദോ സജീഷ് സ്നേഹമുള്ളവരെ, 25 വർഷവും കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളും ഇതര വിദ്യാർത്ഥി സംഘടനകളും ഇല്ലാതാക്കാൻ ശ്രമിച്ചതും പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി ഹൃദയങ്ങളിലാണ് SFI പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ ഐതിഹാസിക വിജയം പ്രതിരോധങ്ങളെ അതിജീവിച്ചുകൊണ്ട്
പ്രഖ്യാപനമാണ് വിജയം. വണ്ടി പറയും 25 വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുൻകാലാക്കാൻ ശ്രമിച്ചപ്പോൾ തുടർന്ന്
പാവട വിദ്യാർത്ഥി
21 തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് വലിയ വീട്ടിലുള്ള അതുപോലെ സംരക്ഷിക്കാൻ അതേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 25ാം തവണയും അറിയില്ല കട്ടായിക്കോ മാധ്യമങ്ങളുടെ താരാട്ടുമാറ്റിൽ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇതാ 25ാം തവണയും യൂണിവേഴ്സിറ്റിയിലും ഐതിഹാസിക വിജയം കൈവരിച്ചിരിക്കുകയാണ്. കാലത്തിന്റെ പ്രതീക്ഷയാണ് പ്രിയമുള്ളവരെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതര വിദ്യാർത്ഥി സംഘടനകളും വലതുപക്ഷ മാധ്യമങ്ങളും വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 25ാം തവണയും യൂണിവേഴ്സിറ്റിയിലും വിജയിച്ചിരിക്കുകയാണ്. കണ്ണൂരിന്റെ ഒരു
മാധ്യമങ്ങളുടെ തിരിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച 22 എന്ത് പേടിയല്ലേ? കണ്ടോടാ ഇത് കണ്ടോടാ
വിദ്യാർത്ഥി സുഹൃത്തുക്കളും പിതാക്കളും, നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുകയാണ്. ഇത്തവണത്തെ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ തുടർച്ചയായി 25 വർഷങ്ങളായി മുഴുവൻ സീറ്റിലും വിജയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഈ നാടകത്തെ ഒറ്റപ്പെടുമായി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞു നോക്കുകയാണ്, ഇതൊരു കോട്ടയാണ്. ആരുടെ കോട്ട? SFIയുടെ കോട്ട. ഒരു സംശയവും വേണ്ട. എന്തൊക്കെ പ്രചരണങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ നാടകത്തുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ നടിച്ചുവിട്ടത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി വരെയുള്ള സഖാക്കൾക്കെതിരെ നട്ടാൽ മുടക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചു. തെറ്റായ വാർത്തകൾ ഈ പ്രസ്ഥാനത്തിനെതിരെ പ്രചരിപ്പിച്ചു. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വട്ടയാണ് ഈ നാടകത്തുള്ള സകലമായ വലതുപക്ഷ ശക്തികളും സകലമായ വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിച്ച കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ കണ്ണൂർ സർവകലാശാലയിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമാണ് ശരി. കഴിഞ്ഞ 54 വർഷക്കാലമായി കേരളത്തിലെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുട്ടിചുരുട്ടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി അങ്ങനെ മുട്ടിചുരുട്ടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുട്ടിചുരുട്ടി ഈ നാടകത്ത് വലതുപക്ഷ ഭരണകൂടവും ഈ നാടകത്ത് KSUവും ABVPയും MSFും ക്യാമ്പസ് കൊണ്ടും സകലമായ വലതുപക്ഷ വർഗീയവാദികളും കൊലപ്പെടുത്തിയ സഖാക്കൾ 35 സഖാക്കൾ. ആ സഖാക്കൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ് ശരിയെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ണൂർ സർവകലാശാലയിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഒരു കാര്യം മാത്രം പറഞ്ഞു വെക്കുകയാണ്. എന്തൊക്കെ കൂട്ടുകെട്ടായിരുന്നു ഈ സർവകലാശാല തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിൽ വിജയിക്കുന്നതിന് വേണ്ടി ABVPക്ക് പരസ്യമായി പണമോഫർ ചെയ്യുന്നതിലേക്ക് ഈ നാടക MSFും KSUവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
ഒരു കാര്യം പറഞ്ഞു നോക്കുന്നു. MSF അല്ല, KSU അല്ല, ABVP അല്ല, ഫെഡറേറ്റി അല്ല, അതിനപ്പുറത്തുള്ള ഏത് പെണ്ണുമക്കൾ വന്ന് നിറന്നു കഴിഞ്ഞാലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ SFIയുടെ രോഗത്തിൽ തുടർന്ന് സ്ഥാപിക്കുന്നതെന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് ആഴ്ചപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയം SFIക്ക് സമ്മാനിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും SFIക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിജയികളെ ആരോപണം ചെയ്യുന്നതിന് വേണ്ടി പുരോഗമന പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷേട്ടൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ദിലീപ് നാരായണൻ, SFIയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം അനുരാഗ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗം ബിപിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ സഖാക്കളെയും ഈ ഘട്ടത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബിബിയെ ക്ഷണിക്കുകയാണ്. അത് മുന്നോടി ഹാരാർപ്പണം ചെയ്യാൻ ജയരാജനെയും രാജേഷേട്ടനെയും ക്ഷണിക്കുന്നു. കണ്ണൂരുള്ളൊരു വർഷിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഴുവൻ ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്. ഈ വിദ്യാഭ്യാസ പ്രകടനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പുരോഗമന പ്രസ്ഥാനത്തിന് വിജയരാജനെ ക്ഷണിക്കുക. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ SFI എല്ലാ സീറ്റിലും അഭിമാനകരമായ വിജയമാണ് നേടിയത്. ഈ വിജയം SFIയുടെ പോരാട്ടത്തിന്റെയും നിലപാടിന്റെയും വിജയമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ശരീരപക്ഷത്ത് അണിനിരന്നതിന്റെ വിജയമാണ്. ഒപ്പം SFIയെ തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും അവർക്ക് പ്രചോദനം നൽകുന്ന പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരവേലയെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ഇടതുപക്ഷമെന്ന് കരുതുന്നവർ നടത്തുന്ന തെറ്റായ പ്രതികരണങ്ങൾക്കും എതിരായ വിജയം കൂടിയാണ്. ഇടതുപക്ഷമാണ്. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് പുരോഗമന പക്ഷത്താണ്. 1970 രൂപം കൊണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ദേവപാലം മുതൽ തീരൻ രാജേന്ദ്രൻ വരെയുള്ള 35 വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ജീവൻ KSU, ABVP, SDPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിക്ക് ഇരയായി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ധീരരായ വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ജീവത്യാഗം കൊണ്ട് ഇന്നത്തെ നിലയിൽ വളർന്നു വന്ന പ്രസ്ഥാനം ഒരു എതിർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനെ പോലും ജീവൻ അപഹരിച്ചു എന്ന ആക്ഷേപത്തിന് ഇടയാക്കാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനം. ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ് അക്രമകാരികളായി വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരായി ചിത്രീകരിക്കാൻ ചിലർ തയ്യാറാവുന്നു. അങ്ങനെ തയ്യാറാവുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് വിജയിച്ച
എല്ലാ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്കും ഹാർദമായി അഭിവാദ്യം അർപ്പിക്കുന്നു. ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹ്യ മേഖലയിലെ ഇതര കലാസാംസ്കാരിക കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി യൂണിയനെ ശക്തിപ്പെടുത്തി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വിദ്യാഹ്ലാദ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി എസ്എഫ്ഐയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് ചേട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ രാജ്യത്ത് ഈ സമൂഹത്തിലെയും വലതുപക്ഷത്തിന്റെ വേഷമണിഞ്ഞ വലതുപക്ഷത്തിന്റെ അവതാര രൂപങ്ങളായി മാറിയ വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും എന്തും ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു നിൽക്കുന്ന ഏതെല്ലാം ശക്തികൾ എങ്ങനെയെല്ലാം കൂട്ടം ചേർന്ന് ആക്രമിക്കുവാൻ വേണ്ടി തീരുമാനിച്ചാലും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ സമയമോ പ്രായമോ നോക്കാതെ എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവിടെ എസ്എഫ്ഐയെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, ഈ നാടിനെ ഇന്നിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ, കൂലിപ്പണിക്കാരന്റെ, കർഷക തൊഴിലാളിയുടെ, ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഈ നാട്ടിൽ തടസ്സമില്ലാതെ തുടരുമെന്നുറപ്പിച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഒരു തരി മണ്ണ് അതിന്റെ ശരീരത്തിൽ പറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കണ്ണൂരിലെയും കാസർഗോഡിലെയും വയനാട്ടിലെയും വിദ്യാർത്ഥികളുടെ ഹൃദയം കൊണ്ടുള്ള മറുപടിയാണ് ഇന്ന് കണ്ണൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആക്രമിക്കാം ഞങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങളെ ധാർഷ്ട്യക്കാരെന്ന് വിളിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ തെമ്മാടികളെന്ന് മുദ്രകുത്താം. ഞങ്ങൾ ഏതെങ്കിലും ഒരു വലതുപക്ഷ മാധ്യമത്തിന്റെ ലാളനയ്ക്ക് വേണ്ടിയിട്ടോ താരാട്ടുപാട്ടിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ ആരുടെയെങ്കിലും 4 പുകഴ്ത്തലിന് വേണ്ടിയിട്ടോ കാത്തു നിൽക്കുന്നവരല്ല. ഞങ്ങൾ ധാർഷ്ട്യമുള്ളവരാണ്, ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ട്. ഈ നാട്ടിലെ വിദ്യാഭ്യാസം നിങ്ങൾ അരമനകളിൽ വാഴുന്ന രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമായി തീറെഴുതി കൊടുക്കുമ്പോ തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി സമരം ചെയ്യാനുള്ള ധാർഷ്ട്യം ഞങ്ങളെ സഭയ്ക്കുണ്ട്. നിങ്ങൾ വിദ്യാഭ്യാസത്തെ പണമുള്ളവന് ഉപരിവർഗത്തിന് വേണ്ടിയിട്ട് മാത്രം തീറെഴുതി കൊടുക്കുമ്പോ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരന്റെയും മക്കൾക്ക് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും കടന്നു ചെല്ലുവാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന തീരുമാനം നടപ്പിലാക്കുന്നത് ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാൻ വേണ്ടിയിട്ട് ധാർഷ്ട്യമുള്ളവരാണ് കേരളത്തിലെയും കണ്ണൂരിലെയും ഇന്ത്യയിലെയും എസ്എഫ്ഐ എന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ചില ആളുകൾ എസ്എഫ്ഐക്ക് ക്ലാസ് എടുക്കുകയാണ്, ഇടതുപക്ഷത്തിന്റെ ചരിത്രം പഠിക്കണമെന്ന് ഞങ്ങളോട് പറയുകയാണ്. കേരളത്തിന് ബാധ്യതയാകരുത് എന്ന് അർത്ഥം വെച്ചല്ല മുനവെച്ചല്ല ചില വാക്കുകൾ കേരളത്തിലെ വലതുപക്ഷത്തിന് അത്താഴത്തിൽ ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ ദ്രോഹിച്ചുകൊണ്ടോ അല്ല ഈ നാടിന്റെ ഹൃദയങ്ങളിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൊടി ഉയരെ പാറിയിട്ടുള്ളത്. ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊരു അനുഭവമുണ്ട്. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഞാൻ ഉൾപ്പെടെയല്ല എസ്എഫ്ഐക്കാരായ പ്രവർത്തകർക്ക് 100 കണക്കിന് കോളുകൾ വരികയാണ്, 100 കണക്കിന് ആളുകൾ വിളിക്കുകയാണ്. വിളിക്കുന്നതിൽ പല ആളുകളും രക്ഷിതാക്കളാണ്. അവർ പറയുന്നത്, ഞങ്ങളുടെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രണ്ണൻ കോളേജിൽ പോയപ്പോ, ഞങ്ങൾ പയ്യന്നൂർ കോളേജിൽ പോയപ്പോ, ഞങ്ങൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ പോയപ്പോ, കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പോയപ്പോ അവിടെ എത്തുമ്പോ ആശങ്കയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എത്തിയത്.
ഞങ്ങളുടെ മക്കൾ അവിടുത്തെ PTA ഫണ്ടിനെ കുറിച്ചിട്ട്, അവിടുത്തെ ഫീസിനെ കുറിച്ചിട്ട്, അവിടുത്തെ ക്യാമ്പസ് അന്തരീക്ഷത്തെ കുറിച്ചിട്ട് ഞങ്ങളുടെ മക്കൾ ഇന്നുവരെ ക്യാമ്പസിൽ പോയിട്ടില്ലാത്ത കുട്ടികൾ, സ്കൂൾ ജീവിതം കഴിഞ്ഞ ആ കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോ ഒരുപാട് ആശങ്കകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്ക ക്യാമ്പസിന്റെ പടി കടക്കുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ അവിടെ ചേർത്ത് പിടിക്കാൻ, ഞങ്ങളെ മക്കളെ സ്വാഗതം ചെയ്യാൻ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങളുടെ മക്കൾ ഈ ക്യാമ്പസിൽ സുരക്ഷിതരായിരിക്കുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ അവിടെ SFIക്കാരുണ്ടായിരുന്നു. കയറുമ്പോൾ ഉണ്ടായിരുന്ന ആശങ്ക കൊണ്ടല്ല ഞങ്ങൾ ക്യാമ്പസിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. ആ മക്കൾ പരാജയപ്പെടരുത്, ആ വിദ്യാർത്ഥി പ്രസ്ഥാനം പരാജയപ്പെടരുത്. ആരെല്ലാം നിങ്ങളെ കൂട്ടം ചേർന്ന് ആക്രമിച്ചാലും ഈ നാട്ടിലെ രക്ഷിതാക്കൾ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് കേരളത്തിലെ രക്ഷിതാക്കൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരുപാട് കോളുകൾ വരികയാണ്. വിളിക്കുന്നത് എഞ്ചിനീയർമാരായിട്ടല്ല, ഡോക്ടർമാരായിട്ടല്ല, അധ്യാപകരായിട്ടല്ല, പഴയകാല SFI പ്രവർത്തകർ, പഴയകാല വിദ്യാർത്ഥികൾ. അവർ പറയുന്നത്, ഞാൻ ജനിച്ചതൊരു സാധാരണ കുടുംബത്തിലാ, ഞാൻ ജനിച്ചതൊരു തൊഴിലാളി കുടുംബത്തിലാ, എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു, എന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് എന്റെ കുടുംബം പോറ്റിയിരുന്നത്. ഞാൻ ഇന്നൊരു എഞ്ചിനീയറാണ്, ഞാൻ ഇന്നൊരു ഡോക്ടറാണ്, ഞാൻ ഇന്നൊരു അധ്യാപകനാണ്. എനിക്ക് എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റുന്നു, നല്ല വീട് പണിയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. എന്നെ ഈ നിലയിലെത്തിച്ചത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ്. ഏതൊരു സാധാരണക്കാരനും പഠിച്ചു വരുവാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുറപ്പ് നൽകുന്ന കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം, ആ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ ഇന്നു കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ കേരളത്തിലെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിൽ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI നടത്തിയിട്ടുള്ള സമരമാണ്. SFIയുടെ സമരത്തിന്റെ ഭാഗമായി ജീവിച്ച തലമുറ കേരളത്തിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമയം, പ്രിയപ്പെട്ടവരെ, SFIയുടെ വിജയം മതനിരപേക്ഷതയുടെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ്. ക്യാമ്പസുകൾ ഒരു വലതുപക്ഷ പിന്തിരിപ്പന്റെയും മുന്നിൽ മുട്ടുമടക്കി കൊടുക്കില്ല, കീഴടങ്ങില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും ഈ വിജയം ആവർത്തിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വലതുപക്ഷത്തിന്റെ താരാട്ടുപാട്ടിന് വേണ്ടിയിട്ട്, മാധ്യമങ്ങളുടെ പരിലാളനയ്ക്ക് വേണ്ടിയിട്ട്, ഇടതുപക്ഷത്തിന്റെ വേഷം ധരിച്ചു പോയിട്ടുള്ള ചില ആളുകളുടെ പുകഴ്ത്തലുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ പോരാട്ടം SFI തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള ഈ വിജയം തുടർച്ചയായിട്ടുള്ള 25ാമത്തെ വർഷവും കണ്ണൂർ സർവകലാശാലയെ ചുവപ്പിച്ചിട്ടുള്ള മുഴുവൻ സീറ്റിലും SFIയെ വിജയിപ്പിച്ചിട്ടുള്ള പ്രബുദ്ധരായ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥി സമൂഹത്തെ SFIയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് KV അനുരാഗിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെ കേന്ദ്ര സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഖാക്കളെ, നാട്ടുകാരെ, ഈ ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുന്ന ഈ പരിസരത്ത് കൂടിയിട്ടുള്ള മുഴുവൻ മനുഷ്യരും ഇതാ ഇങ്ങോട്ടേക്കൊന്ന് നോക്കണം, ഇങ്ങോട്ടേക്കൊന്ന് നോക്കണം, ഈ കാഴ്ചയൊന്ന് കാണണം. ഈ കാഴ്ചയാണ് കേരളത്തിലെ കലാലയത്തിന്റെ യഥാർത്ഥ കാഴ്ച. ഈ കാഴ്ചയാണ് കേരളത്തിന്റെ കലാലയങ്ങളിലെ യഥാർത്ഥ കാഴ്ച. ഈ കാഴ്ചയെ ഇവിടത്തെ ചില മാധ്യമങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ ചില മാധ്യമങ്ങൾ SFIയുടെ ഈ തേരോട്ടത്തെ, SFIയുടെ ഈ വിജയത്തെ ഇവിടത്തെ ചില മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കേരളത്തിലെ ക്യാമ്പസുകളുടെ യഥാർത്ഥ ചിത്രം മറച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനകത്ത് SFIക്കെതിരായിട്ടുള്ള നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ നാഴികയ്ക്ക് 40 വട്ടം അവർ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്നീ ദിവസം രാവിലെ മുതൽ സർവകലാശാലയുടെ പരിസരത്ത് ഓരം ചേർന്നിട്ടുള്ള സകലമായ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, മനോരമ ഉണ്ടായിരുന്നു, അങ്ങനെ സകലമായ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ആ മാധ്യമങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നത് നോക്കിയേ അവരെ കാണാൻ വേണ്ടി കഴിയില്ല. കാരണം ഇന്ന് കഴിഞ്ഞാൽ SFI വിജയിച്ചു എന്ന വാർത്ത കൊടുക്കേണ്ടി വരും. അതിന് കഴിയാത്തതുകൊണ്ട് മാധ്യമങ്ങൾ പൊടിയും തട്ടി ഈ പരിസരത്തിന്റെ ഏഴകലത്ത് പോലും അടിക്കാതെ അവർ പിന്തിരിഞ്ഞു പോയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറെ മാസങ്ങളായി SFIക്ക് ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി, SFIയെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി, SFIയെ സംഘടന പഠിപ്പിക്കാൻ വേണ്ടി ഇവിടത്തെ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളും വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എന്തൊക്കെ തരത്തിലുള്ള പ്രചാരവേലകളാണ് നടത്തിയിരിക്കുന്നത്. ആ പ്രചാരവേലയാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ പുറംകാലുകൊണ്ട് ചവിട്ടുകൊട്ടയിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ നാടിനകത്തെ കലാലയങ്ങൾക്കകത്ത് നടക്കുന്ന യാഥാർത്ഥ്യം ഈ നാടിനകത്തെ ഓരോ മനുഷ്യരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ നാടിനകത്തെ വലതുപക്ഷത്തിന്റെ എച്ചുതുന്ന മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പച്ചയായ നുണ ഈ നാടിനകത്തെ മുഴുവൻ മനുഷ്യരും മനസ്സിലാക്കണമെന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഈ നാടിനകത്തെ മാധ്യമങ്ങൾ ഇനി എന്തൊക്കെ പ്രചരണം നടത്തിയാലും കേരളത്തിനകത്തെ ക്യാമ്പസുകളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, ഇത് മാത്രമായിരിക്കും. ഇതിൽ നിന്നും ഒരു മാറ്റവും കേരളത്തിനകത്തെ ക്യാമ്പസുകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഞങ്ങൾ കലാലയങ്ങളെ സംരക്ഷിച്ചു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു വർഗീയ ശക്തികൾക്കും കലാലയങ്ങളെ വിട്ടുകൊടുക്കാതെ, ഒരു പിന്തിരിപ്പൻ ശക്തികൾക്കും കലാലയങ്ങളെ വിട്ടുകൊടുക്കാതെ കലാലയങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. ഈ വിജയത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചുള്ള മുഴുവൻ സഖാക്കളെയും ഈ വിജയത്തിനു വേണ്ടി രാവന്തിയോളം അത്രം പ്രവർത്തിച്ചുള്ള മുഴുവൻ സഖാക്കളെയും SFIക്ക് വേണ്ടി അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദിക്കുന്നത് സംസാരിക്കാൻ വേണ്ടി SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൂർ ജില്ലാ സെക്രട്ടറിമായ സഖാവ് സഞ്ജീവിനെ ക്ഷണിക്കും. സഖാക്കളെ, 25 തവണ സർവകലാശാല യൂണിയൻ ഞങ്ങൾ ജയിച്ചു. കൂടുതലായൊന്നും പറയുന്നില്ല. ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ വരുന്നുണ്ട്. സർ സെയ്ദ് കോളേജിലേക്കും NAM കോളേജിലേക്കും സകലമാന വർഗീയ കോട്ടകളിലേക്കും ഞങ്ങൾ വരുന്നുണ്ട്. ഇടിച്ചു പൊളിച്ചിരിക്കും ഞങ്ങൾ. കേട്ടോളൂ, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന മാനായി കോളേജിൽ ഉണർന്നു പാറും സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പതാക. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് സാമ്പിളാണ്. ഈ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന പലരുടെയും പ്രായം 25 എത്തിയിട്ടില്ല. കേട്ടോളൂ, ഇവർ ജനിക്കുമ്പോൾ തുടങ്ങിയ ചരിത്രമാണിത്. മരിക്കുന്നത് വരെയും അടുത്ത തലമുറ വരുന്നത് വരെയും ഞങ്ങൾ ഇത് ആവർത്തിക്കും. ഇത് മനുഷ്യരാശിയുടെ പോരാട്ടമാണ്. തിന്മകൾക്കെതിരെ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിന്റെ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ മുന്നിൽ ഈ ജീവികളെ പോലെ കരഞ്ഞിരിക്കാമെന്നല്ലാതെ ഞങ്ങളുടെ മേത്തൊന്ന് തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ വരുന്നതും കാത്ത് നിങ്ങൾ ആ വർഗീയ കോട്ടകളിൽ നിന്നാണ് ഇടിച്ചു പൊളിക്കും വരെയും ഞങ്ങൾ മുട്ടാളയ്ക്കും വിളിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെയും നമ്മുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിജയം വിദ്യാർത്ഥികളുടെ വിജയമാണ്, മതനിരപേക്ഷതയുടെ വിജയമാണ്. ഇത് ആവർത്തിക്കപ്പെടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ജോയലിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, ഇവിടെ കാര്യങ്ങളൊക്കെ മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറയുന്ന നിലയുണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച അജിരാമ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ നാടിനകത്ത മാധ്യമങ്ങൾ
ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി SFIയെ പിച്ച് ചീന്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് ഈ നാടിനകത്ത് നടത്തിക്കൊണ്ടിരുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗം വരെയുള്ള ആളുകളെ ഭീകരമായി ആക്രമിക്കുന്ന തലത്തിനകത്തേക്ക് ഈ നാട്ടിലെ മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും മാറി എന്നുള്ളതാണ്. അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിനകത്ത് SFIയെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനകത്തുള്ള നമ്മുടെ വിജയത്തിന്റെ മാധുര്യം അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും SFIയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിവാദ്യം. വിജയാഹ്ലാദ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി കണ്ണൂർ സർവകലാശാല യൂണിയന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ആര്യെ ക്ഷണിക്കും. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ മറ്റു സഖാക്കളൊക്കെ തന്നെ സൂചിപ്പിച്ചു വെച്ചതുപോലെ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് SFI ഇല്ലാതാക്കി കളയാമെന്ന പ്രത്യാശയോടുകൂടി പല വലതുപക്ഷ മാധ്യമങ്ങളും പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് ഐതിഹാസിക വിജയം സമ്മാനിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളൊക്കെ വിജയിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് SFIക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ മാധ്യമമുറികളിലും ഇടിമുറികളിലുമല്ല വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലാണ് SFI എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് കണ്ണൂർ സർവകലാശാല യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ള സർഗാത്മക പരിപാടികളായാലും മറ്റ് വിദ്യാർത്ഥി പക്ഷ നിലപാടുകളും തന്നെയാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിലും തുടർച്ചയായിക്കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി വരുന്ന ഘട്ടത്തിനകത്തും വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളത്തിനകത്തെ സർവകലാശാലകൾക്ക് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ സമ്മാനിച്ചുകൊണ്ട് അതിന്റെയൊക്കെ തന്നെ തുടർച്ചയായിക്കൊണ്ട് എല്ലാ സർഗാത്മക പരിപാടികളും ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ എക്കാലത്തും ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളിൽ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വിദ്യാഹ്ലാദ പ്രകടനത്തിന് അകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും SFIയുടെ സാരഥികളെ വിജയിപ്പിച്ച മുഴുവൻ യൂണിയൻ കൗൺസിലർമാരെയും അവരെ വിജയിപ്പിച്ചയച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വിദ്യാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇവിടെ സൂചിപ്പിച്ചു വെച്ചതുപോലെ കണ്ണൂർ സർവകലാശാല യൂണിയന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ 25ാം വർഷവും ഐതിഹാസിക വിജയം നേടിക്കൊണ്ടിതാ SFI മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലതുപക്ഷ മാധ്യമങ്ങളും നമ്മളെ വേട്ടയാടാൻ വേണ്ടി SFI ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പദ്ധതി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ക്യാമ്പസിനകത്ത് SFIക്കെതിരായിട്ട് ചില വാർത്തകൾ മനഃപൂർവ്വം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അന്തിച്ചർച്ച നടത്താൻ വേണ്ടി വരുന്ന മാധ്യമങ്ങളുണ്ടല്ലോ. ഇത്തരത്തിലൊരു വിജയം കടന്നു വരുമ്പോൾ ആ വിജയത്തെ ചിത്രീകരിക്കാൻ ഇവിടെ വന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്തരത്തിൽ SFIക്കെതിരെ വേട്ടയാടാൻ വേണ്ടി എന്തൊക്കെ കിട്ടുന്നുവോ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി കടന്നു വരുന്നതാണ്. ഇത്തരത്തിൽ SFI ഉയർത്തിപ്പിടിക്കുന്ന ക്യാമ്പസിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തിനകത്ത് വിദ്യാർത്ഥികൾ SFI അംഗീകരിക്കുമ്പോൾ അതിനകത്ത് പ്രതികരിക്കുമ്പോൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിനകത്ത് പോലും അത് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു വലതുപക്ഷ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിനകത്തുൾപ്പെടെ അതിനകത്ത് വിജയിക്കാൻ വേണ്ടി ഈ MSFും KSും ചേർന്നുകൊണ്ട് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും വാഗ്ദാനം നൽകി ഓരോ വോട്ടുകളും പിടിക്കാൻ വേണ്ടി നോക്കിയിട്ടും ഇതാ SFI അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളോടൊപ്പം അണിനിരന്നുകൊണ്ടിതാ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ഒരു കാലത്തും ഒരു വർഗീയ ശക്തികൾക്കും SFI ഈ കണ്ണൂർ സർവകലാശാല യൂണിയൻ കൈവിടാൻ വേണ്ടി മുന്നോട്ട് പോകുന്നില്ല. എല്ലാ കാലത്തും ഇതേ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാലത്തും ഒരു വർഗീയ ശക്തികൾക്കും ക്യാമ്പസിനകത്ത് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മുഴുവൻ വിദ്യാർത്ഥികളും കടന്നു വരണം മാത്രം സൂചിപ്പിച്ചു.